പോന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? സഹായത്തിന് ചേച്ചി പ്ലീസ് ചേച്ചി ഒന്ന് സഹായിക്കേ ചേച്ചി. ചേച്ചി മസാജിന് ഞാൻ വരാം. ചേച്ചി മസാജിന് ഞാൻ വരാം ചേച്ചി. ചേച്ചി സമ്മതിക്കേ. ചേച്ചി ഒരു പേര് അറിയാത്ത നാട്ടിൽ എന്റെ ഭാര്യ അന്വേഷിച്ചു വന്നതാ. സഹായിക്കുന്ന ചേച്ചി. മസാജിന് ഞാൻ വരാം ചേച്ചി. മസാജിന് ഞാൻ വരാം ചേച്ചി. ഞാൻ വരാം. അങ്ങോട്ട് പോ. വരാം. ശരി ചേച്ചി. ശരി ചേച്ചി. താങ്ക്സ് ചേച്ചി. എനിക്കറിയില്ല. പക്ഷെ ദൈവത്തെ പോലെ പ്ലീസ് ഒന്ന് സഹായിക്കേച്ചി. പ്ലീസ് ചേച്ചി. ഭാര്യയെ കൂടെ വെച്ച് ജീവിപ്പിക്കാതെ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയോ? പൊയ്ക്കോ. പോ ഇവിടുന്ന്. കസ്റ്റമർ ശബ്ദം ഉണ്ടാക്കരുത്, ഉച്ച വെക്കരുത്. ചേച്ചി എയർപോർട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം. 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാന്നവർ പറഞ്ഞത്. ഇവിടെ റബ്ബർ എസ്റ്റേറ്റിൽ ജോലിക്ക് വരാന്ന് പറഞ്ഞ് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ചേച്ചി. അറിഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കില്ലായിരുന്നു ചേച്ചി. ഇവിടെ ജോലിക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല ചേച്ചി. സഹായിക്കണേ ചേച്ചി പ്ലീസ് ചേച്ചി. ഈ അഡ്രസ്സില് ഡാൻ എന്നൊരാളുണ്ടാവും. അവനെ ചെന്ന് കാണ്. നിന്റെ ഭാര്യ അവിടെ ഉണ്ടാവും എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. കംബോഡിയ മുഴുവനും അവനാണ് സപ്ലയർ. അവനോട് ചോദിച്ചാൽ നിന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ സാധ്യതയുണ്ട്. അവന്റെ അടുത്ത് നിന്ന് ഭാര്യ അതായതൊന്നും പറയരുത്. എന്റെ കയ്യിൽ കാശുണ്ട്, ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞാൽ മതി. പെണ്ണിനെ വേണമെന്ന് ഇംഗ്ലീഷ് ചോദിക്കാൻ അറിയാലോ. ഐ വാണ്ട് ഇന്ത്യൻ ഗേൾ എന്ന് ചോദിച്ചാൽ മതി. എന്താ മനസ്സിലായോ? നിന്നെ അവൾ എങ്ങനെയാണെങ്കിലും വിളിച്ചോണ്ട് പോ. ഏത് സാഹചര്യത്തിലാണെങ്കിലും വിളിച്ചോണ്ട് പോ. എന്നാ പോയിക്കോ. പോ. Dan. No. വേഗം പോ. Dan. You know Dan? Who? I don't know. Dan, no. Hey, malay de. Sir. Girl. I want girl. India. Indian girl. No, Indian girl. บอกว่าไม่มีผู้หญิงอินเดีย Indian girl. ไม่มีออกไปไม่มีไล่มันออกไป I want Indian girl. ไม่มีผู้หญิงอินเดียนี่มันเห็นกูมีแต่คนไทย എന്റെ ഭാര്യയാടാ. ออกไป I have money. ตายเหรอไม่ตายไงไม่มีผู้หญิง എന്റെ ഭാര്യ മണി ഭാര്യയാടാ. ไม่มีผู้หญิงอินเดียนี่มันเห็นกูมีแต่คนไทยไม่มีผู้หญิงอินเดียนี่มันเห็นกูมีแต่คนไทยไม่มีผู้หญิงอินเดียนี่มันเห็นกูมีแต่คนไทยไม่มีผู้หญิงอินเดียนี่มันเห็นกูมีแต่คนไทยไม่มีผู้หญิงอินเดีย സാറിന് അടിച്ച പ്രശ്നമാണോ? തിരു, ലിങ്ങിന്റെ വീട്ടിൽ കയറിയോ? സർ, ഞാനൊരു വീട്ടിലേക്ക് നിന്നെ മോഷ്ടിക്കാൻ അയച്ചില്ലേ? അവിടെ വീണ്ടും കയറിയോന്ന്? ഇല്ല സാർ, അവിടെയുള്ള എല്ലാത്തിനും തീ വെച്ച് വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല തിരു, അവൻ നിന്നെ അന്വേഷിച്ചാ വന്നോണ്ടിരിക്കും. നിന്നോട് അവൻ ഒടുക്കത്തെ കലിപ്പ. അവന്റെ കയ്യിലെങ്ങാനും അകപ്പെട്ട എന്താ ഉണ്ടാവുമെന്നറിയാലോ. സാർ അത് വിട് സാർ, എന്റെ ഭാര്യ എവിടെയാണെന്ന് പറ. ഫോണിൽ പ്രശ്നം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല സാർ. ഞാൻ അവളെ കൊണ്ട് പൊക്കോളാം സാർ. നിന്റെ ഭാര്യ അവന്റെ അടുത്തുണ്ട്. ഭാഗ്യത്തിന് അവള് നിന്റെ ഭാര്യയാണെന്ന് അവൻ അറിയില്ല. ഇവർക്ക് ഡ്രഗ്സ് കടത്തലല്ലാതെ പെണ്ണുങ്ങളെ വെച്ച് എന്തോ വലിയ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഇൻഫോമർ വെച്ച് സ്പൈ ക്യാമറ മോണിറ്റർ ചെയ്തപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു.